ഇന്ന് ആരെയും ഭയപ്പെടുത്താൻ അല്ല, എങ്കിലും ആർക്കും ഇന്നുവരെ ഉത്തരം കിട്ടാത്ത ചില നിഗൂഢമായ സംഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഇതിൽ പറയുന്നതുമായി നിങ്ങൾക്കൊരു ബന്ധം തോന്നിയേക്കാം. തോന്നുകയാണെങ്കിൽ തികച്ചും യാദൃശികം. വിദേശികൾക്ക് ഇന്ത്യക്കാരെക്കാളും വല്ലാത്ത ധൈര്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഏത് പാതിരാത്രിയിലും എന്തെങ്കിലുമൊക്കെ ശബ്ദം കേട്ടാൽ പെട്ടെന്ന് അവർ ഇറങ്ങി നോക്കും. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. കോൺജറിങ് സിനിമയിലൊക്കെ കുട്ടികൾ പോലും യാതൊരു വെളിച്ചം പോലും ഇല്ലാതെ ഇറങ്ങി നോക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേസമയം നമ്മളാണെങ്കിൽ ഭയന്ന് ബെഡ്ഷീറ്റും മൂടി പ്രാർത്ഥിച്ചു കിടക്കും. ഈ വീഡിയോയിൽ പ്രേതബാധ ഉണ്ടെന്ന് പറയപ്പെടുന്ന വീട്ടിലേക്ക് ഒരു വിദേശി പോയപ്പോഴുണ്ടായ ഒരു അനുഭവമാണ്. അവിടേക്ക് പോകാൻ തോന്നി അയാളുടെ മനസ്സിൻ്റെ ധൈര്യം സമ്മതിക്കണം. ചിലർക്ക് സാഹസികത ഒരു ഹരമാണ്. വാതിൽ തുറന്നപ്പോൾ തന്നെ വാതിലിന് സൈഡിലായി ആരോ നിൽക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. എന്നിട്ട് ആ മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു മുറിക്കുള്ളിൽ നിന്നും അയാൾ ഒരു പാട്ട് കേട്ടു. പക്ഷെ ആരുമില്ലാത്ത വീട്ടിൽ നിന്നും പാട്ട് പാടുന്ന ശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു അസ്വാഭാവികത ഉണ്ട് എന്നല്ലേ അർത്ഥം. അയാൾ ആ ശബ്ദം കേട്ട് മുറി പരിശോധിച്ചപ്പോഴും അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല. എന്നാൽ വീണ്ടും അടുത്ത മുറിയിൽ നിന്നും അങ്ങനൊരു പാട്ട് കേൾക്കുന്നു. ആ മുറിയിലും കയറി നോക്കി, ആരുമില്ല. മറ്റൊരു മുറിയിൽ ഫാന് ചെറുതായിട്ടൊന്ന് കറങ്ങുന്നത് കണ്ടു. ചെന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് ഫാന് കറങ്ങുന്നത് നിന്നു. ഒരു കുട്ടിയുടെ പ്രേതം അവിടെ ഉണ്ട് എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത്. നാട്ടുകാർ ഈ വീട്ടിലെ പ്രേതബാധയെക്കുറിച്ച് പല കഥകൾ പറഞ്ഞുണ്ടാക്കിയിരുന്നു. എങ്കിലും ഇതിന് പുറകിലുള്ള രഹസ്യം ഇതുവരെയും ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ തീർച്ചയായും അവിടെ ഇങ്ങനെയുള്ള അമാനുഷികത ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്നേ ഞാൻ പറയുകയുള്ളൂ. ഇതൊക്കെ ആരെങ്കിലും എന്തോ ഉദ്ദേശം നേടിയെടുക്കാൻ ചെയ്യുന്ന നാടകം തന്നെയായിരിക്കും. ഒരു ഹോസ്റ്റലിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ വീഡിയോ ആണിത്. രാത്രിയിൽ 2 പേർ കട്ടിലിൽ കിടന്നുറങ്ങുന്നു. അതിൽ ഒരാൾ എഴുന്നേറ്റ് മറ്റേയാളുടെ അടുത്ത് വന്ന് നിന്നു. അതിൽ യാതൊരു അസ്വാഭാവികതയും ഒരു പക്ഷെ തോന്നില്ല. പിന്നീട് സംഭവിച്ചതാണ് നിങ്ങളെ ഭയപ്പെടുത്തുക. അയാൾ അവിടെ നിന്നുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഇതിനെ ഡാൻസ് ഒന്നൊക്കെ ശരിക്കും വിളിക്കാമോ എന്നും അറിയില്ല. പക്ഷെ അതൊരു സാധാരണ പെരുമാറ്റം ആയിരുന്നില്ല. ഇതൊന്നും അറിയാതെ വളരെ കൂളായി കിടന്ന് ഉറങ്ങുകയാണ് മറ്റേയാൾ. പിന്നീട് അയാൾ ഹാളിൽ ചെന്ന് വെള്ളം എടുത്തു കുടിച്ചു. ആ കുടിച്ചതിലാണ് ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളത്. മേശയുടെ ഒരു മൂലയിലുണ്ടായിരുന്ന കുപ്പി എടുത്തത് അവിടെ ചെന്നല്ല, ഇങ്ങേ അറ്റത്തു നിന്നും കൈ മാത്രം വളർന്ന കുപ്പിയുടെ അടുത്തെത്തി. ഈ വെള്ളി നക്ഷത്രം സിനിമയിൽ കാണുന്നത് പോലെ കൈ നീണ്ടുപോയി ആളുകളെ പേടിപ്പിക്കുന്നതൊക്കെ അതുപോലെ തന്നെ. പിന്നീട് മുറിയിൽ നോക്കുമ്പോൾ കട്ടിലിനടിയിൽ നിന്നും ഒരു കൈ കാണാം. ഇതൊക്കെ സത്യമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഇത് എന്തായാലും ആദ്യം CCTVയിൽ കണ്ടയാൾ പേടിച്ച് വിറച്ചിട്ടുണ്ടാകും, വല്ലാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാകും. ഇതൊക്കെ ലൈവായി CCTVയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ ഓർക്കാൻ കൂടി വയ്യ. പക്ഷെ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നതും ഇത് എഡിറ്റഡ് എന്ന് തന്നെയാണ്. ഒന്നാമത്തേത്, ഇത് ഹോസ്റ്റലിൽ സംഭവിക്കുന്നുവെന്നാണ് പറഞ്ഞത്. ഹോസ്റ്റലിൽ ക്യാമറ ഉണ്ടാകും, പക്ഷെ ഹോസ്റ്റലിൽ കുട്ടികൾ ഉറങ്ങുന്ന മുറിക്കുള്ളിൽ ആരും ക്യാമറ വയ്ക്കില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു മിസ്റ്റേക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അടുത്തത്, ഈ കൈ നീണ്ടുപോയി വെള്ളം എടുത്തു എന്നൊക്കെ പറയുന്നത് തീർച്ചയായും ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് എഡിറ്റഡ് തന്നെയാണ്. ഇത് പാരനോർമൽ ആക്ടിവിറ്റി ഉണ്ടെന്ന് പറയപ്പെടുന്ന വീട്ടിൽ പോയപ്പോഴുണ്ടായ ഒരു വീഡിയോ ആണ്. വർഷങ്ങളായി ആൾതാമസമില്ലാത്ത സ്ഥലമാണിത്. അന്നബെല്ല സിനിമയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം. അവിടെ ഒരു മുറിയിൽ രക്തം പുരണ്ട ഒരു പാവയെ അവർ കണ്ടു. രക്തമാണോ എന്നറിയാൻ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അത് ശരിക്കും രക്തം തന്നെയായിരുന്നു. ഈ പരിശോധിച്ചവരുടെ ധൈര്യം സമ്മതിക്കേണ്ടതാണ്. അവർ വീഡിയോ ആയി ഇത് പകർത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ആ പാവ തല തിരിച്ചവരെ നോക്കി. ആ അവസ്ഥ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഭയം തന്നെയാണ്. പെട്ടെന്നുള്ള ആ പ്രവൃത്തി അവരെ പേടിപ്പിച്ചു കാണും. അപ്പോൾ അവിടെ പാരനോർമൽ ആക്ടിവിറ്റിയുടെ പ്രസൻസ് അറിയിക്കുന്ന ആ ഒരു മെഷീനിൽ സിഗ്നൽ കാണിക്കുകയും ചെയ്തു. ഇത്രയും മതിയല്ലോ ആ വീട്ടിൽ ആരാണ് താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ. ഇത്തരം വീടുകൾ ഇപ്പോഴും പലയിടങ്ങളിലുമുണ്ട്. പല സിനിമകളിലും കഥകളിലും എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി പ്രേതങ്ങളെ വിളിച്ചു വരുത്തുന്നത് കണ്ടിട്ടുണ്ടാകും. അതൊക്കെ സത്യമാണോ എന്ന് ഒരു തവണയെങ്കിലും ആലോചിച്ചിട്ടില്ലേ?
ഓജോ ബോർഡ് ഉപയോഗിച്ച് അമാനുഷിക ശക്തിയെ വിളിച്ചു വരുത്തുന്ന കഥകൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ യുക്തിവാദികൾക്ക് ഇതിലൊന്നും വിശ്വാസമുണ്ടാകില്ല. അങ്ങനെ ഒരാൾ ഒരു പ്രത്യേക കോഡ് ഉപയോഗിച്ച് പ്രേതത്തെ വിളിച്ചു വരുത്താൻ നോക്കിയതിൻ്റെ തെളിവാണ് ഈ വീഡിയോ. ഇയാൾ ഒരു യുക്തിവാദിയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു പരീക്ഷണം ചെയ്തത് വിനയായി എന്ന് പറഞ്ഞാൽ മതി. ഒരു മുറിയുടെ കോണിൽ ഇങ്ങനെ ഒരു കോഡ് എഴുതി വെച്ചു. ഇതൊക്കെ വെറുതെയാണെന്ന് കാണിക്കാൻ ശ്രമിച്ചതാണ്. ആ മുറിയിൽ അയാൾ CCTV ക്യാമറ കൂടി വെച്ചു. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നതിനും ഒരു തെളിവ് വേണമല്ലോ. പക്ഷേ അയാൾ ചിന്തിച്ചതുപോലെയല്ല സംഭവിച്ചത്. രാത്രിയിൽ ആ മുറിയിലുണ്ടായിരുന്ന കളിപ്പാട്ടം തനിയെ സഞ്ചരിക്കാനും മേശ തനിയെ തെന്നി മാറുകയുമൊക്കെ ചെയ്തു. ഇത് കണ്ടപ്പോൾ തന്നെ അയാൾ പേടിച്ചു പോയിട്ടുണ്ടാകുമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. സാഹസികത പലപ്പോഴും നമ്മൾ പോലും വിചാരിക്കാത്തത്ര പ്രശ്നങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകും. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ തോന്നി എന്നുള്ളത് ഷെയർ ചെയ്യുക. ഇതൊരു യൂട്യൂബർക്കുണ്ടായ ഒരു അനുഭവമാണ്. അല്ലെങ്കിലും റീൽസ് എടുക്കുന്നവരും യൂട്യൂബ് ചാനൽ സാഹസികത ചെയ്യുന്നവരും വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ചിന്തിക്കില്ല. ഇയാളും അതൊന്നും ചിന്തിച്ചില്ല. തൻ്റെ അനുഭവം അയാൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. പേടിപ്പെടുത്തുന്ന വീഡിയോ ചെയ്യാൻ വേണ്ടി അയാൾ എത്തിയത് പ്രേതത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു ബിൽഡിങ്ങിലായിരുന്നു. ആ ഇടനാഴികൾ കണ്ടാൽ തന്നെ മനുഷ്യൻ പേടിച്ചു പോകും. ഇരുട്ടിൽ ആ അവസാനമില്ലാത്ത ഇടനാഴിയിൽ പെട്ടുപോയാൽ നിങ്ങൾക്ക് ഭയമാണോ അതോ സന്തോഷമാണോ തോന്നുക? അയാൾ അവിടെ ചെന്നതും ആരും ഇല്ലാതിരുന്ന ആ മുറിയുടെ വാതിലുകൾ താനെ തുറക്കാനും അടയ്ക്കാനും തുടങ്ങി. സ്വന്തം മുറിയുടെ ജനാലകളോ വാതിലോ തന്നെ കാറ്റടിച്ചറിയാതും തുറന്നാലോ അടഞ്ഞാലോ അപ്പോൾ തന്നെ നമ്മൾ പേടിച്ചു പോകും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരവസ്ഥയിൽ എന്തായിരിക്കും അയാൾ ചിന്തിച്ചിട്ടുണ്ടാവുക? പറയേ വേണ്ട. അയാൾ പേടിച്ച് മറ്റൊരു മുറിയിൽ കയറി വാതിലടച്ചെങ്കിലും പെട്ടെന്ന് ആ വാതിൽ തുറന്നു. ആരോ പെട്ടെന്ന് തള്ളിയതുപോലെ. അമാനുഷിക ശക്തി അവിടെ ഉണ്ട് എന്നുള്ളതിന് വേറെ തെളിവൊന്നും അയാൾക്കിനി ആവശ്യമില്ല. പിന്നീട് ഒരിക്കലും അയാൾ ആ പരിസരത്ത് പോകാൻ തന്നെ ധൈര്യപ്പെട്ടിട്ടുണ്ടാകില്ല. ഇങ്ങനൊരു അനുഭവം ഉണ്ടായാൽ പിന്നെ പേടിച്ച് ജീവിതകാലം മുഴുവനും ഈ ഒരു ജോലിക്ക് തന്നെ അയാൾ പോകില്ല. പേടിച്ച് ഭയന്നോടി എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതൊരു യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അയാളുടെ കയ്യിലെ EMF മീറ്ററിൽ ഇപ്പോൾ തന്നെ പല സിഗ്നലുകൾ തെളിയാൻ തുടങ്ങി. ഇത്തരം മെഷീനുകൾ മനുഷ്യനെ അല്ലാത്ത എനർജി കണ്ടെത്താൻ കഴിവുള്ളവയാണ്. ചില സിനിമകളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതേസമയം തന്നെ ഒരു ജനൽ താനെ തുറക്കുകയും ഒരു മുറിയിൽ തനിയെ തീ പിടിക്കുകയും ചെയ്തു. ശരിക്കും പേടിച്ചു പോയെങ്കിലും വീണ്ടും അകത്ത് കയറി പരിശോധിച്ചപ്പോൾ വീണ്ടും അവിടെ തീ പിടിച്ചു. ആരോ മനഃപൂർവ്വം അയാളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് പോലുള്ള അനുഭവമാണ് അവിടെ ഉണ്ടായത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ഹോണ്ടഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ടുണ്ടോ? പോയപ്പോഴുണ്ടായ അനുഭവം എന്താണ്? പറയാൻ മറക്കണ്ട. ഇത് സെമിത്തേരിയിൽ റിസർച്ച് ചെയ്യാൻ പോയവരുടെ ഒരവസ്ഥയാണ്. എല്ലാവർക്കും സെമിത്തേരി എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. ഈ സെമിത്തേരിയിൽ അസ്വാഭാവികമായ കാര്യങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞ് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ വന്നവരാണിവർ. അവർ സെമിത്തേരിക്ക് പുറത്തുകൂടെ നടക്കുന്ന സമയം അകത്തുനിന്ന് വല്ലാത്തൊരു ശബ്ദം കേട്ടു. എന്താണ് ഈ ശബ്ദത്തിൻ്റെ രഹസ്യം എന്നറിയാൻ അകത്ത് കയറി നോക്കിയെങ്കിലും അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം പഴയപടി. ഇതേ കാര്യം ഇവർ പുറത്തിറങ്ങിയപ്പോഴും സംഭവിച്ചു. വീണ്ടും അവർ അകത്തേക്ക് കയറി നോക്കിയെങ്കിലും അവിടെയും ആരുമില്ലായിരുന്നു. ഇതോടുകൂടി അവിടെയുള്ള ആളുകൾ പറഞ്ഞ് പരത്തുന്നതിൽ കാര്യമുണ്ട് എന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിലൊക്കെ ഉച്ച സമയത്തും രാത്രി സമയങ്ങളിലും സെമിത്തേരിയിലൊക്കെ പോകാൻ പാടില്ല എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ട് ഇല്ല എന്നുള്ളത് അറിയില്ല. പക്ഷെ ഇപ്പോഴും പലർക്കും സെമിത്തേരി എന്ന് കേൾക്കുമ്പോൾ വളരെ വിചിത്രമായ അനുഭവങ്ങളാണ് പറയാനുള്ളത്. ചില നാട്ടിൻപുറങ്ങളിൽ ഇത് കഥകളായി പ്രചരിക്കാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ എന്തെങ്കിലും കഥകളുണ്ടോ? നാട്ടുകാരും വീട്ടുകാരും ഒരുപോലെ വിശ്വസിക്കുന്ന കഥകൾ. എന്തായാലും ഇതാരെയും ഭയപ്പെടുത്താനുള്ള വീഡിയോ അല്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എത്രയോ കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. എല്ലാത്തിൻ്റെയും ഉത്തരം തേടിപ്പോയാൽ നമ്മൾ എവിടെയും എത്തില്ല. ചിലതൊക്കെ അറിയാതിരിക്കുന്നതാണ് എന്തായാലും നല്ലത്. ഈ സംഭവങ്ങളൊക്കെ പലപ്പോഴായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതാണ്. ഇത് ശരിയാണെന്ന് വാദിക്കുന്നവരും ഉണ്ട്, ചുമ്മാ മെനഞ്ഞുണ്ടാക്കുന്നവരാണ് എന്ന് പറയുന്നവരും ഉണ്ട്. നിങ്ങൾ ഇതിലെ ഏത് വശത്താണ്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പാരനോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ അനുഭവം ഷെയർ ചെയ്യുക. ഈ വീഡിയോസിനെയൊക്കെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കമന്റിൽ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.